ഹായ് ഹലോ. എനിക്കിപ്പോൾ ഒരു കൊറിയർ വന്നു കേട്ടോ. അപ്പോൾ ആ കൊറിയർ വന്നത് വേറൊന്നുമല്ല, ഞാൻ ആക്ച്വലി ഒരു പിന്നെ ഷോൾ ഓർഡർ ചെയ്തായിരുന്നു. ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഷോള്. ആക്ച്വലി പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ഷോൾ മേടിക്കാൻ ഞാൻ കുറേ എടുത്ത് നോക്കി. കൂടുതൽ നമുക്കാണെങ്കിൽ ഇവിടെ ഈ ഇതിട്ടേക്കത്തില്ലേ, എന്നാ പറയുന്നത്, സെയിൽ ഇടുമല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ള മേളയൊക്കെ നടക്കത്തില്ല, അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ സംഭവം കൂടുതൽ കാണാറുള്ളത് കേട്ടോ. അപ്പം ഈ അവിടെയൊക്കെ പോയി വില ചോദിക്കുമ്പോൾ എല്ലാം 1200 1300 അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര റേറ്റാണ് പറയുന്നത്. അങ്ങനെ ഞാനാണെങ്കിൽ ശരിയെന്ന് വിചാരിച്ചിട്ട് ഓൺലൈൻ അയച്ചിട്ട് ഇതും ഫേസ്ബുക്കിൽ കണ്ടത് കേട്ടോ. ആക്ച്വലി ഈ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഇത് വാങ്ങണോ വേണ്ടായോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാനൊരു സംശയത്തിൽ ഞാൻ വാങ്ങിയതാണ്. പിന്നെ അത് 2000 റുപ്പീസ് അതിൻ്റെ റേറ്റ്. അപ്പം ഇതിൻ്റെ വില വന്നിട്ട് 340 റുപ്പീസേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ശരി, 340 റുപ്പീസ് അല്ലേ ഉള്ളൂ, എന്നാൽ ശരി പിന്നെ വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഈ സംഭവം കിടുവായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അതെൻ്റെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാൻ നേരിച്ചു. എന്തോ ഒരു ലെങ്ത് ആണെന്നറിയാമോ, കണ്ടോ? നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഷോൾ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതെൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ആക്ച്വലി ഇതിനകത്ത് അന്നുകൊണ്ട് ഇവർക്ക് എങ്ങനെ ഇത് പിന്നെ മുതലാവുന്ന ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. നല്ല തുണി, ഒരുമാതിരി ഒരു സാരി ടൈപ്പ് തുണിയാണ്. പക്ഷേ ഇതിനകത്ത് ഫുള്ളാണെങ്കിൽ ബീഡ്സ് വർക്കുണ്ട്, ഒരു ഗ്ലാസിൻ്റെതും പിന്നെ അല്ലാത്ത മുത്തുകളൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല കളറല്ലേ ഇത് വന്നിട്ട്. നമുക്ക് ഒരു പിന്നെ ഇതിനകത്തുള്ള ഏത് കളറ് പ്ലെയിൻ കളർ ഡ്രസ്സ് വാങ്ങിയാലും അതിൻ്റെ കൂടെ ഈ ഷോൾ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് മാച്ച് ആവും. പക്ഷേ ഈ ബ്ലാക്കിൻ്റെ കൂടെ അത്ര മാച്ച് ആവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. എനിക്ക് ഇട്ടപ്പം ബ്ലാക്കിൻ്റെ അത് എനിക്ക് ഈ സെൻറ്ററിൽ ഇങ്ങനത്തെ ആ ഒരു ഇത് വന്നതുകൊണ്ടാണെന്ന് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടപ്പം. പക്ഷേ ഇങ്ങനെ ഇടുമ്പോൾ നല്ല മാച്ചിങ് കേട്ടോ. കണ്ടോ ഈ ഡ്രസ്സിൻ്റെ കൂടെ? ആഹാ, ഇങ്ങനെ ഇടപ്പം കൊള്ളാം കേട്ടോ. ആ സെൻറ്ററിൽ ആ ഒരു ഇത് എങ്ങനെയുണ്ട്, കൊള്ളാമോ? എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഇങ്ങനെ നല്ല രസം കേട്ടോ. എനിക്കിങ്ങനെ അയ്യോ അന്ന് ഒരു ബാഗ് മേടിച്ചിട്ട് അടി കിട്ടിയതാണ്, ദൈവമേ അങ്ങനെ ആവോ. പിന്നെ നോക്കിയപ്പോൾ വെബ്സൈറ്റിലോട്ട് നമുക്ക് ഞാൻ സെർച്ച് ചെയ്തിട്ട് വെബ്സൈറ്റ് സെർച്ച് ചെയ്ത്, അപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിനകത്ത് ഇത് ഇങ്ങനെ സെയിം തന്നെ കാണിക്കുന്നു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ. പക്ഷേ ഇങ്ങനെ നോക്കി, നല്ല രസമല്ലേ? 340 റുപ്പീസിന് നല്ല വರ್ತല്ലേ നോക്കി. അതെൻ്റെ കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാ. നോക്കി കണ്ട എൻ്റെ ആ ഒരു മുത്തൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് പക്ഷേങ്കിൽ പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ പറ്റത്തുള്ളൂ. നല്ല ഗ്രാൻഡ് ലുക്ക് ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കി എന്തോ ഒരു ലെങ്ത് ആണെന്ന് നോക്ക്, ലെങ്ത് ഉണ്ട്. പക്ഷേ ഇപ്പം പ്ലെയിൻ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ സൂപ്പറായിട്ടിരുന്നേനെയായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സെൻറ്ററിൽ ഇങ്ങനത്തെ ഒരു പൂ വന്നേക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര ഒരു മാച്ചിങ് തോന്നില്ല. പക്ഷേ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല രസം തോന്നുന്നു. നോക്കി, നന്നായിട്ടില്ലേ? ഇത്ര ഈ 340 റുപ്പീസിന് ഇവർക്ക് ഇത് പിന്നെ എങ്ങനെ വർക്കൗട്ട് ആവുന്നത് ഞാനങ്ങ് ചിന്തിക്കുക. എന്ത് നല്ല തുണിയാണെന്നറിയാമോ, എന്ത് നല്ല തുണി. അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ബീഡ്സ് വർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു പിന്നെ ലേസ് വെച്ചിട്ട് തയ്ച്ച് നോക്കിയേ, ഒരു എംബ്രോയിഡറി പോലത്തെ സാധനം കേട്ടോ. ഇതൊക്കെ വെച്ച് തയ്ച്ചിട്ട് നോക്കി എന്ത് രസമുണ്ടെന്ന് നോക്കിയേ, നന്നായിട്ടില്ലേ? ഇതൊരു നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനെ കൊണ്ട് പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ വൈറ്റിൻ്റെ കൂടെ, അതുപോലെ തന്നെ ആണെങ്കിൽ ബ്ലൂ, പിങ്ക് അങ്ങനെയൊക്കെ പ്ലെയിൻ ഡ്രസ്സ് വാങ്ങിക്കുവാണെങ്കിൽ ഇത് യൂസ് ആകും. ആക്ച്വലി ഞാനിത് എന്തോരം ഞാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ, ഒരുപാട് ഞാൻ തേടിയ സംഭവമാണിത്. പക്ഷെ അന്ന് അതിനകത്ത് ഞാൻ കണ്ടപ്പോൾ ഞാനിവിടെ ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ അന്ന് ആ ബാഗ് മേടിച്ച സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലം ആയതുകൊണ്ട് എന്നോട് അന്നേ വീട്ടിൽ എൻ്റെ കെട്ടിയവനും മക്കളും പറഞ്ഞിട്ടുണ്ട്, ഇനി മേലാൽ അമ്മ ഫേസ്ബുക്കിനകത്തൊന്നും പോയിട്ട് ഒരു സാധനം ഇങ്ങനെ വാങ്ങിച്ചേക്കൽ പിന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ട് അമ്മ വെബ്സൈറ്റിൽ പോയി വേണം മേടിക്കാൻ എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ വെബ്സൈറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെബ്സൈറ്റ് മേടിച്ചതാണ്. പക്ഷെ നല്ല രസമില്ലേ? പ്ലെയിൻ കളർ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് എനിക്ക് ഈ സാധനം വന്നപ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് കേട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ കമൻറ്റ് പറയണം, കൊള്ളാമോ ഇല്ലയോ എന്ന് പറയണേ. നല്ല രസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു സാരിയുടെ അത്രയുണ്ട് സംഭവം കേട്ടോ. വലിപ്പം അത്രയും നീളമുണ്ട്. എന്തോ ഒരു നീളം നോക്കി. നമുക്ക് എപ്പോഴും ഒക്കെ ഷോളുകൾ കിട്ടുന്നത് എത്ര ഷോർട്ടായിട്ടുള്ള ഷോളുകളാണ് കിട്ടുന്നത്. പക്ഷേങ്കിൽ ഇത് ഈ പ്രാവശ്യം കിട്ടിയ ഷോളിൻ്റെ നീളം നോക്കി, ഒരു സാരിയുടെ അത്രയും നീളമുണ്ട്. അതിൻ്റെ കൂടെ അതിനകത്ത് ആ ഒരു ബീഡ്സ് വർക്കൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ടോ. നല്ല രസമല്ലേ? അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൊറിയർ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ. വന്ന ഉടനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ശരിയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാനിത് ഷെയർ ചെയ്തേ കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുവാൻ. ടേക്ക് കെയർ, ബൈ.